ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് അൻസിബ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അകത്തുള്ളവർ തന്നെ പലവരും ഇത് കണക്ക് അൻസിബയ്ക്കെതിരെ മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സേതാമീനം പറഞ്ഞ് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ അൻസിബ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ളവരുടെ ഇത് കണക്കൊരു ടീമിനെ അറേഞ്ച് ചെയ്ത് ഇതിനെപ്പറ്റിയുണ്ടെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു അപേക്ഷ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ളതിലൊന്നും സമ്മതിക്കാൻ പറ്റത്തില്ല, വേറെ കാര്യങ്ങൾ നോക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ അൻസിബയ്ക്കുണ്ടെങ്കിൽ അതത്ര ശരിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ BJPക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഒരു പരാതി കൊടുക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇതിനെതിരെ തന്നെ പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ലക്ഷ്മി പ്രിയ അതോടെ തന്നെ പോലീസുകാരും തന്നെ ഇത് കണക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചെന്നുള്ള രീതിയിൽ അൻസിബ പറയുന്നുണ്ട്. സോ അതിനെതിരെ ഇത് കണക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതിനെ അന്വേഷിക്കണമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായിരുന്നാലും ശരി, അൻസിബയ്ക്കെതിരെ ഒരുപാട് പേര് ഇത് കണക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അൻസിബ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടിനി ടോം ഇങ്ങനെ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല, ഞാനുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടെങ്കിൽ ഒരു മതത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കാര്യം അവിടെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് കണക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, നിയമത്തിൻ്റെ കൂടെ തന്നെ പോകുമെന്നാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.